വൺ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ 70 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയണത് ഗുഡിബണ്ടെ ഫോർട്ട് എന്നാണ്. ഗുഡിബണ്ടെ ഫോർട്ട് അത് മാപ്പിൽ അടിച്ചെടുത്താൽ തന്നെ കറക്റ്റ് സ്ഥലത്തേക്ക് വരാൻ പറ്റും. ഈ കാണുന്നൊരു പീക്കിലാണ് നമ്മൾ കയറാൻ പോണത് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ മാപ്പ് നേരെ കാണിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് താഴ്വാരത്തിൽ തന്നെ. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. വേറെ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കർണാടകയിൽ മാത്രമല്ല മിക്ക മെയിൻ ട്രക്കിംഗ് സ്പോട്ട്സിൽ ഇപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമേഴ്ഷ്യലൈസ് ആയി കഴിഞ്ഞു കുറേ സ്ഥലങ്ങൾ. അപ്പോൾ മിക്ക സ്ഥലത്തും ഇപ്പോൾ 400 രൂപയും 500 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഈ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഗുഡിബണ്ടെ ഫോർട്ട് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ ബൈക്ക് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറേ സ്റ്റെയർസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടാവും കയറി ഇറങ്ങുമ്പോൾ. ഈ ലെവൽ ഓഫ് ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നുമില്ല. പാറമ്മയിൽ കൂടെ കയറണതോ പിടിച്ച് മുകളിലേക്ക് കയറണോ അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റെയർസിൽ കൂടെ തന്നെ നല്ലോണം പേവ് ചെയ്തിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഉണ്ടാക്കി ചെയ്യണം. വലിയ റിസ്ക് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഡയറക്റ്റ് ജസ്റ്റ് സ്റ്റെപ്പ് കയറണ പോലെ തന്നെ കയറി പോകാന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറച്ച് അധികമാണ്. അതുകൊണ്ട് വയസ്സായവരും തീരെ ചെറിയ പിള്ളേർക്കാണെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ അവർ ഓടിച്ചാടി കയറിക്കോളും. അപ്പോൾ വയസ്സായവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഷ്ടം എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വഴികളാണ്. സ്റ്റെയർ കയറി തന്നെ പോണത്. കുറേ സ്റ്റെയർ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഇച്ചിരി ഒരു മോഡറേറ്റ് ഫിറ്റ്നസ് ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഈസി ആയിരിക്കും. പിന്നെ റിസ്ക് ആയിട്ടുള്ളതൊന്നുമില്ല, റിസ്കി ക്ലൈംബ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് പോയത് ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൽ കൂടെ കയറിയതാണ്. അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ക്ലൈംബാണ്. അപ്പോൾ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. സാധാരണ പടി കയറി പോണ പോലത്തെ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി പോണ വഴികളിൽ കുറേ പാറക്കെട്ടുകൾ കൊണ്ട് ചെറിയ ഗുഹ പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോകുമ്പോൾ രസമാണ്. പ്രത്യേകിച്ച് ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ. ഉച്ചക്കൊക്കെ ഞങ്ങൾ രാവിലെ വന്നത് ഒരു 8-9 o'clock ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഇന്ന് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ബൈക്കിൽ വന്ന വഴിക്ക് ഞാൻ തണുപ്പ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജാക്കറ്റൊന്നും ഇടാണ്ട് നോർമൽ നമ്മുടെ ട്രാക്ക് സ്യൂട്ടാണ് ഇട്ടിരുന്നത്. എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഇടാണ്ട്. പിന്നെ ഗ്ലൗസ് ആയാലും മറ്റേ ഫുൾ ഫിംഗർ ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു. അവിടെ ടാക്ടിക്കൽ ഗ്ലൗസ് ആയിട്ട് ഫിംഗേഴ്സൊക്കെ പുറത്തുള്ളത്. അതിൽ വണ്ടി ഓടിച്ച് വന്നപ്പോൾ കൈ ആകെ മരവിച്ച് ഒക്കെ പ്രശ്നമായി. പിന്നെ 1 മണിക്കൂർ റൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പോകാൻ പറ്റാണ്ടായി. പിന്നെ അവിടെ അടുത്ത് ഹോട്ടലിലും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് വെയിൽ വരാൻ കാത്തുനിന്നിട്ടൊക്കെയാണ് ഇറങ്ങി. അപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ ബൈക്ക് ഓടിച്ചൊക്കെ വരാൻ നേരത്ത് നല്ലോണം തണുപ്പും മടിയും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ജാക്കറ്റും ഗ്ലൗസും ഇല്ലെങ്കിൽ നമുക്ക് മരവിച്ചിട്ട്
കയ്യിൽ വിൻ്റർ ബേൺസ് അടിക്കും. അത് തണുപ്പ് കാരണം അടിക്കുന്ന ഒരു തണുപ്പ് കാരണം നമുക്ക് ബേൺ ആവും കൈ, അങ്ങനത്തെ ഒരു ഫീൽ വരും. അങ്ങനെ കയറി കയറി പോകുമ്പോൾ ഈ ഗുഹകളുടെ ഈ വെയിലത്ത് സമ്മർ ടൈമിൽ പോയാൽ പോലും ഈ ഗുഹകളുടെ അടിയിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് തണൽ കിട്ടും. ഈ കാണുന്ന പോലെ അങ്ങനെ പാറക്കെട്ടുകൾ കൊണ്ട് നാച്ചുറലി ഫോം ആയിരിക്കുന്ന ഗുഹകൾ. അതിൻ്റെ താഴെ കൂടെ ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് നാച്ചുറലി ഫോം ആയെന്ന് പറയാനായിട്ട്. ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ, തണലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പണിതായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഇത് നാച്ചുറലി ഇങ്ങനെ തന്നെ താഴത്ത് കൂടെ സ്റ്റെയർ പണിതതാവാം. എന്തായാലും അതിൻ്റെ താഴേക്ക് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഞാൻ ഇവിടെ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓപ്പൺ ആയതുകൊണ്ട്, അതായത് ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംമാരെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേയൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പയ്യെ മുകളിലത്തെ ഫോർട്ടൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ പോകാനുണ്ട്. പക്ഷെ ഒരു മോഡറേറ്റ് ലെവൽ സ്റ്റാമിനയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് പറയാൻ പറ്റിയ ട്രക്കൊന്നുമില്ല. അങ്ങനെ കാണാനും അങ്ങനെ അധികം സംഭവങ്ങളുമായിട്ടൊന്നുമില്ല. പിന്നെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന ആൾക്കാരും, അതായത് പുറത്തൊന്നും ഇറങ്ങാണ്ട് അഡ്വഞ്ചർ കാര്യങ്ങളോ ഒന്നും ഫിസിക്കൽ ആക്ടിവിറ്റിയിലോ ഒന്നും ഏർപ്പെടാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് ഫീലാവും. അവർക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും തളർച്ചയൊക്കെ വരും. എല്ലാ സ്ഥലത്തും ഇരുന്നിരുന്നൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഓടി മുകളിലേക്ക് എത്താം. ഇത് എൻട്രൻസ് ആണെന്ന് തോന്നുന്നു ഈ ഫോർട്ടിൻ്റെ. ഒരു ഗ്രില്ലൊക്കെ കണ്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ സോൾജേഴ്സിനൊക്കെ ഇരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പട്ടികളെയൊക്കെ വളർത്തി ഇവിടെ ഗാർഡ് ഡോഗ്സ് ആയിട്ട് ഇടാൻ പറ്റിയ സ്ഥലങ്ങളായിരിക്കും. മിക്കവാറും സോൾജേഴ്സിന് നിൽക്കാൻ പറ്റിയ, അതായത് ഗാർഡ്സിൽ ഗേറ്റിലെ ഗാർഡ്സിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ ശരിക്കും വീക്കെൻഡ് നമുക്ക് ഒരു വൺ ഡേ ഫുള്ളായിട്ടൊന്നും ആവശ്യമില്ല ഇവിടെ കവർ ചെയ്യാൻ. ഒരു ഹാഫ് ഡേ പറയാം. നമുക്കൊരു രാവിലെ 7 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ച 3 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താം ലഞ്ചൊക്കെ കഴിച്ച്. അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസത്തിൽ കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയൊരു ക്വിക്ക് വീക്കെൻഡ് ട്രിപ്പാണിത്. ബാംഗ്ലൂർ സിറ്റിയിലെ ഹസിൽ ബസ്സിലൊക്കെ കൊണ്ട് മടുത്ത് ഒരു എല്ലാ ദിവസവും എണീറ്റ് ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കി. പിന്നെ അങ്ങനെ ഒരു റൂട്ടീനിൽ പോണ ആൾക്കാർക്ക് വീക്കെൻഡ് ആകുമ്പോഴേക്കും ആ ഒരു റൂട്ടീൻ ബോർഡം മാറ്റാനായിട്ട് ഒരു ദിവസം വന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലം. പിന്നെ ഒറ്റ പ്രാവശ്യം വന്ന് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ വീണ്ടും വന്ന് കാണാൻ പറ്റിയ ഒന്നുമില്ല. ജസ്റ്റ് പാറകളും മുകളിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ, അതാണ് സംഭവം. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം എത്താറായി, കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗുഹകൾ കാണാൻ നല്ല രസമാണ്. നടന്ന് സാധാരണ നമ്മൾ ട്രക്കിംഗ് ഒക്കെ പറയുമ്പോൾ, അതായത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കോട്ടയുടെ മുകളിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ
വെയിലത്തൊക്കെ ഒരു തണലില്ലാണ്ടുള്ള ഒരു ഇതായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ എനിക്ക് തോന്നുന്നു 100 മീറ്ററോ ഓരോ 100 മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയൊരു ഗുഹകളുണ്ട്. അവിടെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പയ്യെ കുറച്ച് ബ്രീത്തൊക്കെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ ഒരു ജേണിയാണിത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ തീരെ വയ്യാത്തവർ വന്നാൽ പോലും, അതായത് സ്റ്റാമിന ഇല്ലാത്തവരെ ഞാൻ ഉദ്ദേശിച്ചത്, സ്റ്റാമിന കുറവായിട്ടുള്ളവർ വന്നാൽ പോലും അങ്ങനെ പയ്യെ പയ്യെ ഇരുന്നിരുന്നിരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാമെന്നുള്ളൂ. കുറേ പേര് രാവിലെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കയറുമ്പോഴും കുറേ പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വെളുപ്പിന് തന്നെ പോയിട്ട് സൺറൈസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. ബാംഗ്ലൂരിൽ ഓരോ വീക്കെൻഡും നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചും പിടിച്ചൊക്കെ ഓരോ വീക്കെൻഡ് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു മെമ്മറീസ് ആയിട്ട് മാറും. നമ്മളുടെ ഒരു മൺഡേ ടു ഫ്രൈഡേ ഉള്ള ഒരു റൂട്ടീനും മാറും. ഒരു ഷോർട്ട് കട്ട് പാത ഇവിടെ കണ്ടു. ഇതിൻ്റെ ഒരു ടണലാണ്, താഴേക്ക് ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിരുന്നതാവാം. അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതായിട്ടൊന്നുമില്ല. അത്യാവശ്യം മരങ്ങളും ചെടികളൊക്കെ ഇഷ്ടംമാരുണ്ട്. ഇവിടെ പാമ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നടന്നിട്ട് പാമ്പിനെയൊന്നും കണ്ടില്ല. ചിലപ്പോൾ കുറേ പേരിപ്പോൾ ഇതിൽ പോകണതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ട് പാമ്പുകളൊക്കെ ഏതെങ്കിലും മാടത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ട്രക്കൊക്കെ ആർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇനി ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നും അറിയില്ല. ജസ്റ്റ് സ്റ്റെയർസാണ്. സ്റ്റെയർസ് കയറി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പാത്തിൽ കൂടെ പോകുമ്പോൾ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പോയി നോർമലൈസ്ഡായി. ഇവിടെ നിന്നിപ്പോൾ വലിയ അഡ്വഞ്ചറസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. നമ്മുടെ യൂഷ്വൽ ഡെയിലി നമ്മൾ കാണുന്ന കാറുകളും പൊല്യൂഷനും സൗണ്ടും ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെള്ളത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. വെറുതെ ആരെങ്കിലും ഫോർട്ട് കൊണ്ട് നിൽക്കുമോ? കഷ്ടപ്പെട്ട് കയറി പോകുന്നുണ്ട്. എവിടം വരെ എത്തുമോ? എന്തായാലും നല്ല പച്ചപ്പുണ്ട്. എത്തിയടോ. അങ്ങനെ നടന്ന് നമുക്ക് മുകളിലത്തെ കോട്ടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഉള്ളൂ. കണ്ടിന്യൂ.
നടത്തം കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത ഗുഹയെത്തി. അടുത്ത എന്താ ആലോചിക്കണേ? അങ്ങോട്ട് പോയിക്കൂടെ? അത്രേ ഉള്ളൂ, കയറിക്കാൻ കിടക്ക്. എന്താ നമുക്ക് മുകളിലേക്ക് കാണുന്നുണ്ട്, ഒരു ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. ആ കോട്ടയുടെ പ്രോപ്പർ കോട്ടയുടെ എൻട്രൻസ് ആണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. ഇത് കുറച്ച് സ്റ്റീപ്പാണ്, കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് ഈ ഒരു കയറ്റം. എത്തിരിക്കുകയാണ് ഗൈസ്, മുകളിൽ എത്തിയിരിക്കുന്നു. അത്യാവശ്യം വെയിലായി തുടങ്ങി, പക്ഷേ ഈ പാറക്കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു തണലിൽ ഇരിക്കാവുന്നതാണ്. നല്ല വലിയ പാറ. മുകളിലെത്തിയപ്പോഴൊക്കെ ഊർജം വന്നല്ലോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങളുടെ ഇവിടുത്തെ നേച്ചറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഏത് പാറയുടെ പൊക്കത്ത് പോയാലും അവിടെ നിന്ന് ചുറ്റിനും കാണുന്ന സീനറി നല്ല ഭംഗിയാണ്. ഇവിടെ ഈ ചേട്ടന്മാരൊപ്പം സൈഡിലൊരു കുരങ്ങനെ ഇരിക്കുന്നുണ്ടോ? കുരങ്ങന്മാരൊക്കെ ഇവിടെ നല്ല ഫ്രണ്ട്ലി ആട്ടോ, പിന്നെ ഉപദ്രവകാരിയൊന്നുമല്ല. ഇഷ്ടംമാരെ കുരങ്ങന്മാരുണ്ട്. ഈ കോട്ട ഇപ്പോൾ ഏകദേശം മൊത്തത്തിലൊന്ന് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അങ്ങനെ യൂസ് ഒന്നുമില്ലല്ലോ. ആൾക്കാർ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നതല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലം എന്ന് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല, നിറച്ചും കുരങ്ങന്മാർ കയറി കളിക്കുന്ന ഒരു അറ. അതല്ലാണ്ട് വേറൊന്നുമില്ല. ബാംഗ്ലൂരിന് ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ മലകൾ ഇഷ്ടംമാരുണ്ട്. അതിൽ ഓരോന്നിനും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കമേഴ്ഷ്യലൈസായി. പൈസ കൊടുത്താണ് ഇപ്പോൾ കയറാൻ പറ്റും. കർണാടക ഗവൺമെൻറ്റിൻ്റെ എക്കോ ടൂറിസം വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ കയറി നമ്മൾ ഫീസൊക്കെ അടച്ചിട്ട് വേണം അവിടെയൊക്കെ പോകാൻ. ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി ലഞ്ച് കഴിച്ച് ഉച്ചയായപ്പോഴേക്കും വീട്ടിലെത്തി. നല്ലൊരു മെമ്മറി. ഒരു ഷോർട്ട് ട്രിപ്പ്.